ഒരു കഥ പറയട്ടെ. ഈ കഥ ഒരു അസുഖത്തെക്കുറിച്ചല്ല. പുതുതായി കല്യാണം കഴിഞ്ഞ ഒരു യുവാവിൻ്റെ ജീവിതം തകരുമായിരുന്ന ഒരു നിമിഷത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഡിവോഴ്സ് വരെ എത്തിയിരിക്കുന്ന ഒരു വിവാഹ ബന്ധം. അതിൻ്റെ പ്രധാന കാരണം വൈറ്റമിൻ ഡി എന്നറിഞ്ഞപ്പോൾ ഞെട്ടിപ്പോയ ഒരവസ്ഥയിലായിരുന്നു ശരിക്കും ഞാൻ. ന്യൂലി മാരീഡ് ആയിട്ടുള്ള ഒരു കപ്പിൾസ് 3-4 മാസം ജീവിതം മുന്നോട്ട് പോയി. പെട്ടെന്ന് ആ പെൺകുട്ടിയിൽ ചില മാറ്റങ്ങൾ കാണാൻ തുടങ്ങി. ഡിപ്രഷൻ പോലെ, അധികം സംസാരിക്കുന്നില്ല, ഉപ്പയോടാണെങ്കിലും ഉമ്മയോടാണെങ്കിലും അധികം തമാശ പറയുന്നില്ല, ഭർത്താവിനോടാണെങ്കിൽ കൂടി ചിരിയോ തമാശ കളിപറച്ചിലോ ഒന്നുമില്ല, ഫുൾ സീരിയസ്. വീട്ടിൽ ആര് വന്നു കഴിഞ്ഞാലും അവർക്കൊന്നും സംസാരിക്കാനില്ല, അവരെങ്ങനെ മൂടിപ്പൊതച്ചിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാണപ്പെട്ടു ഈ പെൺകുട്ടിയെ. അങ്ങനെ വീട്ടുകാരെല്ലാവരും കൂടി തീരുമാനിച്ചു, പയ്യന്റെ ബന്ധുക്കളും എല്ലാവരും കൂടി തീരുമാനിച്ചു, ആ കുട്ടികൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഇവനായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവൻ്റെ ഭാവി നാശത്തിലേക്കാണ് പോകുന്നത്. ഒരു ഡിവോഴ്സ് എന്ന രീതിയിലേക്ക് ചർച്ചകൾ നീണ്ടുപോയി. വീട്ടുകാരങ്ങനെ ഒരു തീരുമാനത്തിൽ എടുക്കുകയും ചെയ്തു. ഭർത്താവിനാണെങ്കിലും ഭാര്യക്കാണെങ്കിലും പിരിഞ്ഞിരിക്കാൻ വയ്യാത്തൊരവസ്ഥയും കൂടിയാണ്. അവർക്കത് ആലോചിക്കാൻ കഴിയുന്നില്ല. അങ്ങനെയാണ് ആ പയ്യൻ ഒരു മെഡിക്കൽ സൈഡ് ചെക്ക് ചെയ്യാൻ വിചാരിച്ചിട്ട് നമ്മുടെ ക്ലിനിക്കിൽ വരുന്നത്. കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് വൈറ്റമിൻ ഡി നമ്മൾ ചെക്ക് ചെയ്തു. മറ്റെല്ലാ ടെസ്റ്റുകളും ചെയ്തിരുന്നു, അതിൻ്റെ കൂടെ വൈറ്റമിൻ ഡിയും ചെയ്തിരുന്നു. ആ ഞെട്ടിക്കുന്ന സംഭവമാണ് ഈ ഒരു കഥ, ഒരു റിയൽ സ്റ്റോറി പറയാൻ എന്നെ അവിടെ പ്രേരിപ്പിച്ചത്. അങ്ങനെ ടെസ്റ്റ് ചെയ്ത സമയത്ത് നമുക്ക് കിട്ടിയ റിസൾട്ട് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് കേവലം 2.8 മാത്രമേ ഉള്ളൂ ആ ന്യൂലി മാരീഡ് ആയിട്ടുള്ള പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നത്. മെഡിസിനും അതുപോലെ വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റും ഡയറ്ററി റെക്കമെൻഡേഷൻസും സൺ എക്സ്പോഷറും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ഒരു ലൈഫ് സ്റ്റൈൽ കറക്ഷനൊക്കെ മാറ്റി അവരെ ഒരു ഹീലിംഗ് ഫേസിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. ഒരു ഡിവോഴ്സാണ് അവിടെ നമുക്ക് ഒഴിവാക്കി കിട്ടിയത്. ഇപ്പോൾ 2 ദിവസം മുന്നേ ക്ലിനിക്കിൽ തന്നെ വന്ന് കണ്ടിരുന്നു. ഇത്തവണ രോഗമായിട്ടല്ല അവർ വന്നത്, കുഞ്ഞിനെ കാണിക്കാൻ, ഒരു ക്യൂട്ട് ബേബിയെ കാണിക്കാനായിട്ട് ആണ് ക്ലിനിക്കിൽ വന്നത്. അപ്പം ഞാനിതിവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് വെറും ഒരു ചെറിയ വൈറ്റമിൻ അല്ല, നമ്മുടെ ജീവിതത്തിനെ തകർക്കാൻ കെൽപ്പുള്ളൊരു വൈറ്റമിനാണ്. നമ്മുടെ സ്വഭാവം, നമ്മുടെ ബ്രെയിൻ ഫങ്ഷൻസ്, നമ്മുടെ ഹോർമോൺസ്, ഇതെല്ലാം വൈറ്റമിൻ ഡി ഡിപ്പെൻഡ് ചെയ്താണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഫാമിലിയിൽ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് മെഡിക്കൽ സൈഡ് കൂടിയും ഒന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രം തീരുമാനങ്ങൾ എടുക്കുക. താങ്ക് യു.